ഹലോ. അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ആരൂസും കാണും. ആൾ സ്കൂളിൽ പോയൊക്കെയാണ്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പച്ചമാങ്ങ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നേ ഇല്ലേ, ഞാൻ എത്രത്തോളം ശരിയാവും ഒന്നും എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട മെയിൻ സാധനം ഈ വീട്ടിലില്ല, ഈ സ്ഥലത്ത് എങ്ങും ഇല്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള പെരയിടത്തിൽ നിന്ന് നമ്മളിങ്ങനെ മോട്ടിക്കാൻ പോകും എന്നിങ്ങനെ പറയും. നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു മാവ് നിൽപ്പുണ്ട്. പക്ഷേ അത് നമ്മുടെ സ്വന്തം അല്ല, എന്നാലും നമ്മുടെ സ്വന്തം പോലെയാണ്. കൂടെ നമ്മളും കുറച്ച് പിള്ളേരുമായിട്ടൊക്കെ പിച്ചി ഉപ്പും മാങ്ങയൊക്കെ ഇട്ട് തിന്നാറുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമുക്ക് പോയി പിച്ചാം, ആരും ഒന്നും പറയില്ലായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് മോട്ടിച്ചിട്ട് വരാം. നിങ്ങളെയും ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ഇപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് മോട്ടിക്കാൻ പോണ്ട, നമുക്ക് തോട്ട എടുത്തുകൊണ്ട് പോയി പിച്ചാം. സത്യത്തിൽ തോട്ടയുടെ ആവശ്യമൊന്നുമില്ല, ഒരു കല്ലെടുത്തെറിഞ്ഞിട്ടാൽ മതി. പക്ഷേ എൻ്റെ ഉന്നം കറക്റ്റായി വരുന്നത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് തോട്ട എണ്ണ എടുത്തുകൊണ്ട് പോയി പിച്ചാന്ന് വിചാരിച്ചു. ഇത് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവാണ്. പക്ഷേ അത് വാശിയെടുത്ത് നിൽക്കുവാണ്, നമുക്ക് ഒരു മാങ്ങ പോലും തരൂല എന്നും പറഞ്ഞ്. അതുകൊണ്ട് അതിൽ മാങ്ങ പിടിക്കാറേ ഇല്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത മാവുണ്ട്, അത് നമ്മളുടെ മാവല്ല, വേറെ ആൾക്കാരുടെ മാവാണ്. അപ്പോൾ മോട്ടിക്കുന്നതിന് മുന്നേ പരിസരമൊക്കെ നോക്കണമല്ലോ. അതല്ലേ അങ്ങനെയാണല്ലോ, സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരുടെ പുരയിടത്തിൽ മാങ്ങയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ത്വര വരും. നമുക്ക് വേണമെങ്കിലും അതിങ്ങനെ പിച്ചി എടുക്കാനും അന്നേരം നമുക്ക് കഴിക്കാനൊക്കെ വല്ലാത്തൊരു ത്വര വരും. അന്നേരം നമുക്ക് എത്ര പിച്ചാലും മുഴുക്കത്തില്ല. അതെന്താണെന്ന് അറിഞ്ഞൂടെ. എനിക്ക് ആ ത്വരയുണ്ട്, നിങ്ങൾക്ക് ആ ത്വരയുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന രീതിയിലാണ് ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട്. പിന്നെ വല്ലവരുടെ പെരടമല്ലേ, ഇത്രയൊക്കെ മതി, ഇന്നത്തേക്ക് ഇത്ര മതി. എവിടെ കിടക്കുന്നു നമ്മുടെ സുന്ദര കുട്ടപ്പൻ. നമുക്കിനി ഇവനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇവനെ ഒന്ന് സുന്ദരനാക്കണ്ടേ. ഓ പിഷ്, ഇങ്ങനെ ആക്കുമ്പോൾ ആവൂല, ഞാൻ പോയി ചുരണ്ടട്ടെ. ഓക്കെ, ഇത്ര ഇഞ്ചിയുടെ ആവശ്യമുള്ളൂ. നമ്മൾ മാങ്ങയുടെ തൊട്ടിടാം. ഇഞ്ചി, ഇച്ചിരി പഞ്ചസാര, ഉപ്പ്, ഇവനെ കൊണ്ടുപോയി ഒന്ന് മിക്സ് ആക്കിയിട്ട് വരാം. കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് 3 രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിൽ മാങ്ങ, ഇഞ്ചി, വെള്ളം, ഉപ്പ്, പഞ്ചസാര. ഇനി അടുത്തതിൽ നമുക്ക് മുളക് കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കാം. രണ്ടാമത് നമുക്ക് അടിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ 3 ഗ്ലാസ്സിൽ ലാസ്റ്റിലത്തിൽ നമുക്ക് സോഡയും കൂടെ ഒഴിച്ച് കുടിച്ച് നോക്കാം. ഇതിൽ ഏതാണ് പെർഫെക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മാത്രം പുറത്തിറങ്ങുന്ന ചില ആൾക്കാരുണ്ട്, നമുക്ക് അവരെ എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ കഴിക്കുമ്പോഴത്തേക്കും മാങ്ങ ഉപ്പും മുളകൊന്നല്ലേ, നമുക്ക് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുമായിരിക്കും, ഇത്ര വേണ്ടായിരിക്കും. പാൽ കുടിച്ചിട്ടാം. ഓക്കെ, ഇതൊന്ന് അടിച്ചിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ഇഞ്ചിയും മാങ്ങയും കൂടി ഇട്ട് നോക്കാമേ. ഇച്ചിരി ഇഞ്ചി കൂടി പോയോ എന്നിട്ട് നമ്മുടെ മുളക് ഇട്ടത്
തൊണ്ടയ്ക്ക് എന്തോ ഒരു കിച്ച് കിച്ച് വന്നാച്ച്. അപ്പം നമുക്ക് മുളക് ഇട്ടത് കൂടെ നോക്കാം. ഇത് കുറച്ചുകൂടി ബെറ്ററാണ് കേട്ടോ. മുളക് കൂടെ ചേർത്തടിക്കുന്ന നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് മറ്റേ ഇഞ്ചിയേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് മുളക് ഇട്ടതാണ്. നമുക്ക് സോഡയും കൂടെ ഒഴിച്ച് കുടിച്ചു നോക്കാം. എനിക്കൊന്ന് സോഡയും കൂടെ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാം. ഓക്കെ, രണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. മുളക് ഇട്ടതാ. കഥാനായകൻ എത്തിയിരിക്കുന്നു. താങ്കൾ എന്താണ് കഴിക്കുന്നത്? സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊന്നുമില്ലേ? ഒരു സാധനം തട്ടാ, കുടിക്കൂ. അത് കുടിച്ചിട്ട് എന്തൊരു സാധനമാണെന്ന് പറയണം. ഓക്കെ, നമുക്ക് അരിക്കാതെ ഒഴിക്കാം. ഒക്കെ ഉണ്ട് സാധനം. കുറച്ച് 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 കുടി കുടി. കൊള്ളാവോ കുടിച്ചിട്ട്? എങ്ങനെയുണ്ട്? എന്തരായിരിക്കും ടേസ്റ്റ്? എന്തരാണ്? കുടിക്ക് സർബത്താ. നോക്കട്ടെ, ഞാൻ കുടിച്ചോക്കട്ടെ. ഞാൻ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സെവനെ പൊഴിക്കാതെ തരാവേ. ആ ടേസ്റ്റ് നോക്കും. ഏതാ കൊള്ളാവുന്നേ? സോഡ ഒഴിച്ചതാണോ അതേ സോഡ ഒഴിക്കാത്തതാണോ? സോഡ ഒഴിക്കാത്തതാണോ കൊള്ളാവുന്ന? ഇതാണോ ഇഷ്ടപ്പെട്ടാ? തനിയെ പൊടിച്ചതാണ്. വർഷങ്ങൾ കൊണ്ട് അത് നട്ടിട്ടും അത് കാറ്റുന്നില്ല. അവസാനം തുറപ്പാ കുറ്റിക്ക് മുഴുവനെ കൊച്ചിനെ നിർത്തി അടിച്ച് എന്നിട്ട് പുറത്തില്ല. അപ്പൊ ഇന്നലെ മോഹനം പറഞ്ഞ് സുലഭ ഒരു നാരക നട്ടെന്ന് വലുതായതിനു ശേഷം അത് പൂക്കുന്നില്ല. അങ്ങനെ കൊടുവാൾ എടുത്തുകൊണ്ട് വന്നാണ് ദേഷ്യം വന്ന് 5-6 വെട്ട് കൊടുത്ത് വിട്ടെന്ന് നോക്കിയപ്പോ പൂ വന്ന് നിൽക്കുന്നത്. അമ്മ ഇപ്പം കൊടുവാൾ എടുത്തോണ്ട് മാവിനെ വെട്ടാൻ പോണം. അമ്മ മാവിനെ വെട്ടുമില്ലെന്ന് നോക്കിയിട്ട് വരാം. പോടാ. അപ്പൊ എല്ലാവർക്കും അപ്പൊ ആവശ്യം ഏത് ഫ്ലേവറാണ് ഇഷ്ടപ്പെട്ടത്? സോഡ ഒഴിച്ചതാ സോഡ ഒഴിക്കാത്തതാ? സോഡ ഒഴിക്കാത്ത. അപ്പൊ നമുക്ക് മുളക് ഇട്ടതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഡ്രിങ്കാണ്. നമ്മൾ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. പെട്ടെന്ന് ദാഹമൊക്കെ മാറും. എൻ്റെ കുട്ടി വയർ നിറച്ച് കുടിച്ചു. ഇനി അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട